തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ബി.ജെ.പിയിൽ ചേരും. രാവിലെ 11 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അംഗത്വം നൽകും. ഇതിന്റെ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുകയാണ്. സൂര്യഗായത്രി, വലിയ പ്രമുഖരായ നേതാക്കൾ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ, ഒപ്പം മറ്റ് ചില പാർട്ടികളിലെ നേതാക്കളുടെ ഒക്കെ പേരുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. സ്വാഭാവികമായും ബി.ജെ.പിയിലേക്ക് ചേരും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തൊക്കെ വസ്തുതയാണുള്ളത്? കാരണം കെ സുരേന്ദ്രൻ ഇത് സ്ഥിരീകരിച്ചതാണ്. പിന്നീട് മാത്രമല്ല, ഈ രഹസ്യമായ എന്തൊക്കെയാണ് ബി.ജെ.പി നേതാക്കളിൽ നിന്ന് അറിയാനാകുന്നത്? അജിംഷാദ്, പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് പോയതിനു ശേഷം ഇനിയും നിരവധി ആൾക്കാർ കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലേക്ക് ചേരാൻ എത്തുമെന്ന് ബി.ജെ.പി നേതാക്കൾ ഒരു ദിവസം തന്നെ പങ്കുവെച്ചതാണ്. ആരൊക്കെയാണ് വരിക എന്ന് പറഞ്ഞിട്ടില്ല. കോൺഗ്രസിലെ പ്രധാന നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും ബി.ജെ.പിയിൽ ചേരുമെന്ന് ആണ് നേതാക്കൾ ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഇന്നലെ രാത്രി ബി.ജെ.പിയുടെ നേതൃത്വം പങ്കുവെച്ചത്. വലിയ അത്ഭുതമൊന്നും തോന്നാത്ത, എന്നാൽ ആകാംക്ഷ നിറഞ്ഞ ഒരു പ്രഖ്യാപനമായിരുന്നു ഇന്നലെ രാത്രി ബി.ജെ.പി നേതൃത്വത്തിൽ നിന്നും ഉയർന്നു വന്നത്. ഇന്ന് 11 മണിക്ക് കോൺഗ്രസിലെ ഒരു കൂട്ടം നേതാക്കളും പ്രവർത്തകരും ബി.ജെ.പിയിൽ ചേരും. തിരുവനന്തപുരത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിൽ, എൻ.ഡി.എയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാര്യാലയത്തിലായിരിക്കും പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളും വന്ന് ചേരുക. നേതാക്കളും വന്ന് ചേരുക. 11 മണിക്ക് ചേർന്ന വാർത്താ സമ്മേളനത്തിലായിരിക്കും ഇവർ ആരൊക്കെയാണെന്ന് വെളിപ്പെടുത്തുക എന്നൊരു പ്രഖ്യാപനമാണ് ബി.ജെ.പി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അപ്പോൾ മുതൽ ആരൊക്കെയാകും ഈ ബി.ജെ.പിയിലേക്ക് ചേരാൻ സാധ്യത എന്നൊരു ആകാംക്ഷ കേരള രാഷ്ട്രീയത്തിൽ ഒട്ടുക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ പ്രമുഖ നേതാക്കൾ, കോൺഗ്രസിലെ നേതാക്കൾ എന്ന് പറഞ്ഞത് ആരൊക്കെയാണ് എന്നറിയാനുള്ള ഒരു ജിജ്ഞാസയുണ്ട്. എന്തായാലും ഇന്ന് 11 മണിക്കാണ് ഈ ഒരു വാർത്താ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിലായിരിക്കും ആരൊക്കെയാണ് ഇവരുടെ പേര് വിവരങ്ങൾ പ്രഖ്യാപിക്കുക. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ട ഒരു സാഹചര്യമാണുള്ളത്. പത്മജ വേണുഗോപാലിന്റെ പാർട്ടി പ്രവേശനം, ബി.ജെ.പിയിലേക്കുള്ള പ്രവേശനം ഉൾപ്പെടെ നിരവധി പ്രതിസന്ധികൾ പാർട്ടിക്ക് നിലനിൽക്കുന്നുണ്ട്. ഇതിനെയൊക്കെ തന്നെ വോട്ടായിട്ട് ലഭിക്കാൻ കഴിയുമോ എന്ന ഒരു പരിശ്രമത്തിലാണ് ബി.ജെ.പിയും അതുപോലെ തന്നെ CPM ഒക്കെ തന്നെ. എന്തായാലും CPM-ൽ നിന്നും കുറച്ചധികം പേർ ബി.ജെ.പിയിലേക്ക് ചേരും. കാത്തറിഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, കാണാം എന്നൊരു കാര്യവും വി മുരളീധരൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നതിൽ പ്രമുഖരായ നേതാക്കളുണ്ടോ? യുവജന വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാവിന്റെ പേര് കേൾക്കുന്നു. പല വിധത്തിലും നിരവധി രാഷ്ട്രീയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായവരുടെ പേര് കേൾക്കുന്നു. മുൻ MP-മാരെ പേര് കേൾക്കുന്നു. ഇങ്ങനെ പല വിധത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ട് കോൺഗ്രസിൽ നിന്ന് മാറുന്നവരുടെ സംബന്ധിച്ച്. മറ്റു പാർട്ടികളെ സംബന്ധിച്ചുമുള്ള പേരുകളുണ്ട്. എന്തൊക്കെയാണ് ഈ പറയുന്ന അഭ്യൂഹങ്ങളിൽ പ്രധാനപ്പെട്ടതായുള്ളത്, അല്ലെങ്കിൽ പ്രാധാന്യമറിയിക്കുന്ന വ്യക്തികൾ? സൂര്യഗായത്രി. അജിംഷദ്, അങ്ങനെ പേരുകൾ വ്യക്തമാക്കിയിട്ടില്ല ബി.ജെ.പി പ്രവർത്തകർ ഇതുവരെ. ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ പലരുടെയും പേരുകൾ ബി.ജെ.പി നേതൃത്വം പങ്കുവെക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ബി.ജെ.പി നേതൃത്വം പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഒരു ഉറപ്പ് ഇതുവരെ ലഭിക്കാത്ത സാഹചര്യത്തിൽ ആരുടെയും പേര് വെളിപ്പെടുത്താൻ സാധിക്കില്ല. ഇന്ന് 11 മണിക്ക് ഈ ഒരു ആരൊക്കെയാവും പാർട്ടിയിൽ ചേരുക, ആരൊക്കെയാണ് ഇത്തരത്തിലൊരു ആഗ്രഹം പ്രകടിപ്പിച്ച് എന്ന് ബി.ജെ.പിയോട് ചോദിക്കുമ്പോൾ ഇന്ന് 11 മണിക്ക് വാർത്താ സമ്മേളനമുണ്ട്. ആ സമയത്ത് തിരുവനന്തപുരത്തെ ബി.ജെ.പി സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന വാർത്താ സമ്മേളനമാണ്. ആ ഒരു സമയത്ത് ഈ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല സൂര്യഗായത്രി, ഈ പല സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അത് ഇനി വരാനുള്ളവർക്ക് വേണ്ടിയാണെന്ന് സുരേന്ദ്രൻ തന്നെ പറഞ്ഞിരുന്നു. ഇനി വരാനുള്ളവർക്ക് വേണ്ടിയാണ് സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുന്നതെന്ന് സുരേന്ദ്രൻ തന്നെ നേരത്തെ പറഞ്ഞതാണ്. പല സീറ്റുകളും ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഈ വരുന്നവർ ആ സീറ്റിലേക്ക് യോഗ്യരാണോ? അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട നേതാക്കളായിരിക്കും. ഇതൊക്കെയാണ് അനുമാനങ്ങൾ, പേര് പറയേണ്ടതല്ലെങ്കിൽ പോലും കേൾക്കുന്ന അനുമാനങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രേക്ഷകർക്കായി. അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ബി.ജെ.പി കേരളത്തിൽ 12 സീറ്റുകളുടെ സ്ഥാനാർത്ഥികളെ മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ബാക്കി സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഇന്നലെ 2ാം ഘട്ട പ്രഖ്യാപനം ഉണ്ടായപ്പോഴും അതിൽ കേരളത്തിനെ ഒഴിവാക്കി നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മറ്റ് പാർട്ടികളിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് കൂടുതൽ നേതാക്കൾ തങ്ങളിലേക്ക് വരുന്നു എന്നൊരു പ്രഖ്യാപനം ബി.ജെ.പി നേതൃത്വം പങ്കുവെക്കുമ്പോൾ ഒരുപക്ഷെ ഈ വരുന്നവർക്ക് വേണ്ടിയാണോ ഈ സീറ്റുകൾ മാറ്റിവെച്ചത് എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്.
പത്മജ വേണുഗോപാലിന് അടക്കം BJP എന്താണ് കരുതി വെച്ചിരിക്കുന്നത് എന്നൊരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ തന്നെ ഇന്ന് അറിയുവാൻ സാധിക്കും. വളരെ എല്ലാവരും തന്നെ ഇങ്ങനെ ആകാംക്ഷയോടെ, ഈ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ എന്ന് പറയുമ്പോൾ അത് ആരൊക്കെയാവാം, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ ചില എതിർപ്പുകളും അസ്വാരസ്യങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് ആരൊക്കെയാണ് എന്നറിയാനുള്ള ഒരു ജിജ്ഞാസയുണ്ട്. തീർച്ചയായും ജിജ്ഞാസ. അതുപോലെ തന്നെ പല കേന്ദ്രങ്ങളും ഈ പേര് കേൾക്കുമ്പോൾ വിയർക്കുമോ, ഏതൊക്കെ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായിരുന്നാലും മാൻഡേറ്റ് കിട്ടാതെ, ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ മാൻഡേറ്റ് കിട്ടാതെ പ്രതിനിധികൾ എത്തുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ ഒരു മാൻഡേറ്റും BJPക്ക് ഇല്ലാതെ തന്നെ ഇത്രയേറെ പ്രാധാന്യം ഈ ഇലക്ഷൻ മുഹൂർത്തത്തിൽ BJP കേന്ദ്രങ്ങളിലേക്ക്, മാരാർജി ഭവനിലേക്ക് ഫോക്കസ് ചെയ്യാനാകുന്നു എന്നുള്ളതാണ് BJPയുടെ ഒരു വിജയം. അതുപോലെ തന്നെ കോൺഗ്രസ് ഈ പത്മജ പോയ പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ കോൺഗ്രസ് കൂടുതൽ വിയർക്കുന്ന ഒരു സാഹചര്യം, കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം ഇലക്ഷൻ പ്രചരണത്തിലുണ്ട് എന്നുള്ളതാണ് ഈ BJPയിലേക്കുള്ള കൂടുമാറ്റം ഏറ്റവും കൂടുതൽ ജിജ്ഞാസ ഉണ്ടാക്കുന്നത് നമ്മളിൽ, രാഷ്ട്രീയ വിദ്യാർത്ഥികളിലൊക്കെയും. എന്തായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി 11 മണിക്കാണല്ലോ. ശരി സൂര്യഗായത്രി, മറ്റു വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. പ്രധാനമന്ത്രി നാളെ പത്തനംതിട്ടയിൽ